നോമ്പ് 4-ാം ശനി. ഗലിലയൻ. അവൻ ജനിച്ചത് ബെത്ലഹേമിൽ, വളർന്നത് നസ്രത്തിൽ, പ്രവർത്തിച്ചത് ഗലീലയിൽ. നസ്രായനായ യേശുവെന്നും ഗലീലക്കാരനായ യേശു എന്നൊക്കെയുള്ള പേരിലാണ് അവൻ അറിയപ്പെട്ടത്. മരുഭൂമിയിലെ പരീക്ഷണം കഴിഞ്ഞ് അവൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ പോകുന്നതിനു പകരം ഗലീലയിൽ തങ്ങിയാണ് അവൻ പരസ്യജീവിതം ആരംഭിക്കുന്നത്. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളിച്ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. അന്ധകാരത്തിലാണ്ടുപോയ അവളുടെ ദുഃഖം അവൻ്റെ സാന്നിധ്യം മൂലം പ്രകാശപൂരിതമായി. യെശയ്യാ 9:1. തുടർന്ന് അവൻ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ കണ്ടെത്തുകയും എല്ലാ ദേശക്കാരും എല്ലാ ജാതികളും കച്ചവടത്തിനാവശ്യമായി കടന്നുപോകുന്ന ലോകത്തിൻ്റെ വാതായനമായ ഗലീലയിൽ തന്നെ താമസമാക്കി തൻ്റെ ദൗത്യം തുടരുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് സുവിശേഷത്തിൻ്റെ സാർവത്രികതയ്ക്ക് അനിവാര്യമായിരുന്നു. യേശുവിൻ്റെ മിശിഹാത്വത്തെ നിരാകരിക്കുവാൻ അവർ കണ്ടെത്തിയ മുട്ടുന്യായങ്ങൾ തന്നെ അവൻ ക്രിസ്തുവാണെന്നതിൻ്റെ തെളിവായി പരിണമിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്. സ്വന്തം ഭാഗം ജയിക്കുവാൻ വേണ്ടി ദാവീദിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചും ബെത്ലഹേം ജനനത്തെക്കുറിച്ചും അവർ അജ്ഞരായതോ അതോ സൗകര്യപൂർവ്വം മറന്നതോ? തങ്ങളുടെ വാദം ജയിക്കുവാൻ വേണ്ടി കുൽസിത ബുദ്ധിയുള്ളവർ ഏത് പൈശാചിക മാർഗവും പ്രയോഗിക്കും. പിശാച് ഉള്ളിൽ കടന്ന യൂദാസിനെ വിലക്കെടുത്ത് ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പ്രേരിപ്പിച്ച ആട്ടിൻ തോലിട്ട പൈശാചിക കൂട്ടമാണവർ. നിക്കോദെമോസിനെ പോലുള്ള മാലാഖ ജന്മങ്ങളുടെ വാക്കുകളൊന്നും അവരുടെ കർണപുടങ്ങളിൽ കയറുകയില്ല. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി യേശുവിനെ തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്തവരുടെ സന്താന പരമ്പരയിൽ നാം എണ്ണപ്പെടാതിരിക്കട്ടെ.